അക്സിറു നിങ്ങൾ അധികരിപ്പിക്കുവീൻ, ദിക്റ ഓർമ്മയെ. എന്തിന്റെ ഓർമ്മ? ഹാദിമിൽ ലദ്ദാത്ത് ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ മുറിച്ചു കളയുന്ന മരണം എന്ന് പറയുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളുടെ ചിന്ത നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് അതിനുള്ള പ്രാഥമികവും പ്രധാനവുമായ ഔഷധം. അതാണ് എന്താണ് മരണചിന്ത അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് മരിച്ചു പോകണമല്ലോ, ഞാൻ മരിക്കുമല്ലോ എന്ന് പേടിച്ച് ജോലിക്കൊന്നും പോകാതെ ജീവിതത്തിന്റെ ബാധ്യതകളൊന്നും നിർവഹിക്കാതെ ഇങ്ങനെ പേടിച്ചൊരു മാനസിക രോഗിയായി കഴിയണമെന്നാണോ മരണചിന്ത അധികരിപ്പിക്കുക എന്നുള്ളതിന്റെ താല്പര്യം? ഒരിക്കലുമല്ല. ജീവിതത്തിൽ തനിക്ക് നിശ്ചയിച്ച സമയം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഒരു വിശ്വാസി മരണം വരെയും അവന്റെ ദുനിയാവിനും ആഖിറത്തിനുമൊക്കെ വേണ്ടി തന്നെ അധ്വാനിക്കേണ്ടവൻ തന്നെയാണ്. എന്നാൽ മരണചിന്ത അധികരിപ്പിക്കുക എന്നുള്ളതിന്റെ താല്പര്യം മരിച്ചു പോകുമ്പോൾ എവിടെ വെച്ച് ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും എന്റെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഖബറിലേക്കുള്ള ആ യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ എപ്പോഴും എന്റെ കൈവശമുണ്ടായിരിക്കണം. എപ്പോൾ വിളി വന്നാലും പോകാൻ റെഡിയായ നിലക്ക് ആ രാജ്യത്ത് അള്ളാഹു സ്വീകരിക്കുന്ന അമലുസ്സാലിഹാത്തുകളാകുന്ന കറൻസികളുമായി, അവിടെ സ്വീകരിക്കപ്പെടുന്ന മൂല്യമുള്ള വസ്തുക്കളുമായി യാത്ര പോകുവാൻ എനിക്ക് സാധ്യമാകണം. അതിനുവേണ്ടി എനിക്ക് മരിക്കാൻ ഏത് സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് മരണചിന്ത അധികരിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യമെന്ന് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.